Namaste. Welcome to S for Science. Hard work can change destinies. With this thought, let's start today. Today, we are going to learn about acid, bases and salt, which is the second chapter in NCERT textbook of class 10. And this is the second chapter in chemistry also. So let's start our chapter. ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയാനുണ്ട്. അതായത് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. ആസിഡും ബേസും ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. വീഡിയോ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് തന്നെ കാണുക. ഇതിനകത്ത് പറയുന്ന ഓരോ ആസിഡിന്റെ ആയാലും ബേസിന്റെ ആയാലും പേരുകളും അതുപോലെ തന്നെ ഓരോ പോയിന്റ്സും പറയുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ നോക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഓഫ് പേപ്പറിൽ നിങ്ങൾ എഴുതിയെടുത്തിട്ട് അത് ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ പേരുകൾ മനസ്സിലിരിക്കുന്നില്ലെങ്കിൽ കുറച്ച് ഒരു 2-3 വട്ടം നിങ്ങളൊന്ന് എഴുതി നോക്കി ഒന്ന് അത് മനസ്സിലിരുത്താനായിട്ട്, അതായത് ഫോർമുലാസും കെമിക്കൽ ഫോർമുലയും അതിൻ്റെ പേരുകളും നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അത് MCQ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരും. കാരണം ഇത് MCQ ബേസ്ഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മാത്രം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാംസിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വെൽക്കം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. നിങ്ങൾ വിചാരിക്കും പോലെ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് ഒരു വലിയ ടഫായിട്ടുള്ളൊരു ചാപ്റ്ററല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിതും. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകാം. ടെക്സ്റ്റ് ബുക്കിൽ അത് സ്കാറ്റേർഡ് ആയിട്ടാണ് ഇൻഫോർമേഷൻസ് കിടക്കുന്നത്. അതിനെ ഞാൻ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ആസിഡും ബേസും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. എന്താണ് ആസിഡ്, എന്താണ് ബേസ്? അപ്പോൾ നിങ്ങളോട് ഞാൻ ആസിഡ് എന്താണെന്ന് ആദ്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ് എന്നായിരിക്കും നിങ്ങൾ എന്നോട് പറയുന്നത്. എനിക്കറിയാം, കാരണം നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ അങ്ങനെയാണ് പഠിക്കുന്നത്. ആസിഡിന്റെ ഡെഫിനിഷൻ ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ്. പക്ഷേ ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണത്. ഓക്കെ, ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ എന്തായിരിക്കും അതിന്റെ ഡെഫിനിഷൻ? നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലായി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ വേണം. കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷൻ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ആ ഡെഫിനിഷൻ എന്താണ്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പം ആസിഡിന്റെ ഡെഫിനിഷൻ, നമ്മൾ ആസിഡിന്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താണ് ആസിഡിന്റെ ഡെഫിനിഷൻ? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ആസിഡിനെ? Acids are those substances which produce H+ ions during a chemical reaction. Okay, acids are those substances which produce H+ ions during a chemical reaction. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം നോട്ട്സ് കൂടി ഞാൻ ഈ വീഡിയോയോടൊപ്പം മുകളിൽ ഞാൻ അതിൻ്റെ ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം സ്ക്രീനിൽ നിങ്ങൾ വരുന്ന ഡെഫിനിഷൻസ് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് H+ ions ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ HCl. HCl ഒരു ആസിഡ് ആണെന്ന് അറിയാമല്ലോ. എന്ത് ടൈപ്പ് ആസിഡ് ഇത്? ദിസ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്താണ്? വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ HCl ഒരു അക്വസ് സൊല്യൂഷനിൽ എന്താണ്? H+ അയോൺസും Cl- അയോൺസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. വാക്ക് കേട്ടിട്ടുണ്ടോ? ഡിസോസിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ബ്രേക്ക് ഡൗൺ എന്നാണ് ഡിസോസിയേറ്റിന്റെ മീനിങ്. ബ്രേക്ക് ഡൗൺ. ഓക്കെ, ബ്രേക്ക് ഡൗൺ. അപ്പം നമുക്ക് പറയാം HCl എന്താകും? ഡിസോസിയേറ്റ് ചെയ്യും. എന്തൊക്കെയായിട്ട്? H+ അയോൺസും Cl- അയോൺസും ആയിട്ട് ഒരു റിയാക്ഷനിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ HCl അക്വസ് സൊല്യൂഷനിൽ ഇരിക്കുന്ന HCl H+ ആയിട്ടും Cl- ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ആകും. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ആയത്? H+ അയോൺസ്. അപ്പോൾ ആസിഡ്സിൽ എപ്പോഴും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആസിഡ് CH3COOH. ഇതെന്താണ്? ദിസ് ഇസ് അസറ്റിക് ആസിഡ്. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിലാണ് നിങ്ങൾ ഇതിനെ പറ്റി പഠിക്കുന്നത്. ഇത് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അസറ്റിക് ആസിഡ്. ഇതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. CH3COOH അക്വസ് സൊല്യൂഷനിലാകുമ്പോൾ എപ്പോഴും ഓർക്കുക, അക്വസ് സൊല്യൂഷനിൽ മാത്രമാണ് അത് H+ അയോൺസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ഇത് ഡിസോസിയേറ്റ് ആയിട്ട് CH3CO-
എച്ച് പ്ലസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ആവുന്നത്. ഇവിടെ എന്താണ് എച്ച് പ്ലസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസിറ്റിക് ആസിഡ് എന്താണെന്ന് പറയാം, ഒരു ആസിഡ് ആണെന്ന് പറയാം. ഇത് എങ്ങനത്തെ ആസിഡാണ്? ഓർഗാനിക് ആസിഡാണ്. എന്താണ് ഓർഗാനിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ കോമ്പൗണ്ട്സ് ഉള്ളവയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഒരു ആസിഡിൽ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ എന്താ പറയുന്നത്? ഓർഗാനിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, ഓർഗാനിക് ആസിഡ് എങ്ങനെയാണ്? കാർബൺ കോമ്പൗണ്ട്സ് ഉള്ളവയാണ് ഓർഗാനിക് ആസിഡ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? During a chemical reaction, if a substance produce H plus ions, then we can say that substance as acids. ഇതിനെ നമുക്ക് പ്രോട്ടോൺ എന്ന് പറയാം. ഓക്കെ, എച്ച് പ്ലസ് അയോൺസിനെ നമുക്ക് പ്രോട്ടോൺ എന്ന് കൂടി പറയാം. പ്രോട്ടോൺ, എച്ച് പ്ലസ് അയോൺസിനെ പ്രോട്ടോൺ എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതാണ് ആസിഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞത്. അപ്പം ആസിഡ്സ് സിന്തറ്റിക് ആസിഡ്സ് HCl ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ആസിഡ്സ് ആണ്, അതായത് ഇനോർഗാനിക് ആസിഡ്സ് എന്ന് പറയും. സിന്തറ്റിക് ആസിഡ്സ്. ഓക്കെ, ഇനോർഗാനിക് ആസിഡ്സ്. കാരണം എന്താണ്? ഇനോർഗാനിക് ആസിഡ്സ് ആണെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ ആസിഡ്സിനെ നമ്മൾ സിന്തറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇനോർഗാനിക് ആസിഡ് എന്ന് കൂടി പറയും. ഇനി കാർബൺ കോമ്പൗണ്ട്സ് ഇല്ല ആസിഡ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഓർഗാനിക് ആസിഡ്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് ആസിറ്റിക് ആസിഡ്. ഇനി സിന്തറ്റിക് ആസിഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ് HCl. പിന്നെ നമ്മൾ പറയുന്നത് H2SO4, സൾഫ്യൂരിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ് HNO3. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇനോർഗാനിക് ആസിഡ്സിന് എക്സാമ്പിൾസ്. അതായത് അതിൽ എന്തുണ്ടാവില്ല? കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് രണ്ട് ആസിഡ് ആണ് തന്നിരിക്കുന്നത്, അത് ഇനോർഗാനിക് ആണോ ഓർഗാനിക് ആണോ എന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലേ? കാർബൺ കോമ്പൗണ്ട്സ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഓർഗാനിക് ആസിഡ് ആയിരിക്കും, കാർബൺ കോമ്പൗണ്ട്സ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ല, എന്നിരുന്നാലും നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും ആണ്. ഓക്കെ, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്. എന്താണ് സ്ട്രോങ് ആസിഡ്, എന്താണ് വീക്ക് ആസിഡ്? ഓക്കെ, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്. അപ്പം സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും എന്താണെന്ന് നോക്കാം. അപ്പം സ്ട്രോങ് ആസിഡ്സ് ആർ ആസിഡ്സ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. അപ്പം വെള്ളത്തിൽ, അതായത് വാട്ടറിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്ന ആസിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്. സ്ട്രോങ് ആസിഡ്സ് ആർ ആസിഡ്സ് വിച്ച് ഡിസോസിയേറ്റ്സ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഡിസോസിയേറ്റ്സ് കംപ്ലീറ്റ്ലി. കംപ്ലീറ്റ്ലി എവിടെയാണ്? ഇൻ വാട്ടർ. വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കുന്നത് സ്ട്രോങ് ആസിഡ്. അപ്പൊ ഇതെന്തായിരിക്കും? വീക്ക് ആസിഡ്. ഒബ്വിയസ്ലി ദ ഓപ്പോസിറ്റ് അല്ലേ? ഡസൻ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി. ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ആർ ടേംഡ് ആസ് എന്താണ്? വീക്ക് ആസിഡ്സ്. അതും വാട്ടറിൽ തന്നെയാണ്, ഇൻ വാട്ടർ. ഓക്കെ, acids which does not dissociate completely in water are termed as weak acid. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. നമ്മളിപ്പോൾ 100 മോളിക്യൂൾസ് ഓഫ് HCl ആസിഡ് ആണ് എടുത്തത്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ 100 മോളിക്യൂൾസ് എടുത്തു വരുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ആയാൽ നമുക്ക് എന്ത് കിട്ടണം? 100 H പ്ലസ് അയോൺസും 100 Cl മൈനസ് അയോൺസും കിട്ടണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആസിഡിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് ആസിഡ് ആണെന്ന് പറയാം. അതേസമയം വീക്ക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ 100 മോളിക്യൂൾസ് ഓഫ് HCl അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൽ ഒരു ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 40 H പ്ലസ് അയോൺസും 40 Cl മൈനസ് അയോൺസും ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 60. ഇതൊരു ജസ്റ്റ് ഒരു ഫിഗറിൽ ഞാൻ പറയാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇങ്ങനെയല്ല സംഭവിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ഡിസോസിയേഷനും ഇൻകംപ്ലീറ്റ് ഡിസോസിയേഷനും പറയുന്നതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസോസിയേറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. വീക്ക് ആസിഡ്സ് ഡസൻ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. ഇനി സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് ഇനോർഗാനിക് ആസിഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനോർഗാനിക് ആസിഡ്സ് ആണ് സ്ട്രോങ് ആസിഡ്സിൽ വരുന്നത്. ഇനോർഗാനിക് ആസിഡ്സ്. വീക്ക് ആസിഡ്സിലാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആസിഡ്സ് ആയിരിക്കും. ഓക്കെ, ഓർഗാനിക് ആസിഡ്സ്. ഇനോർഗാനിക് ആസിഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൾ ഞാൻ പറയാം, അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ഫുൾ ഫോം, ഞാനിപ്പോൾ ഷോർട്ട് ഫോമിലാണ് ഇവിടെ എഴുതുന്നത്, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ HCl ആണ്. HCl. ഓക്കെ, HCl ആണ്. HCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, സെക്കൻഡ് വൺ H2SO4. H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, H2SO4 ഈസ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ HNO3. HNO3 ഈസ് നൈട്രിക് ആസിഡ്. അടുത്തത് HClO4. HClO4 ഈസ്
chloric acid. Okay, chloric acid. Next one is H3PO4. Okay, H3PO4 is phosphoric acid. Phosphoric acid. അപ്പോൾ ഇതെല്ലാം ഇനോർഗാനിക് ആസിഡ്സ് ആണ്. അപ്പോൾ ഇനോർഗാനിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിന്തറ്റിക് ആസിഡ്സ് ആണ്. ഇനി ഇതിൽ ഒരു ആസിഡ് എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്, അതാണ് H2CO4. H2CO4 ഇനോർഗാനിക് ആസിഡ് ആണെങ്കിലും ഇതൊരു വീക്ക് ആസിഡ് ആണ്. ഓക്കെ, ഇതൊരു വീക്ക് ആസിഡ് ആണ്. H2CO4 എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്, അതൊരു വീക്ക് ആസിഡ് ആണ്. പക്ഷെ അത് ഇനോർഗാനിക് ആസിഡിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഇത് സിന്തറ്റിക് ആസിഡ് ആണ്, പക്ഷെ അതൊരു വീക്ക് ആസിഡ് ആണ്. ഇനി നമുക്ക് ഓർഗാനിക് ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓർഗാനിക് ആസിഡിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താണ്? അസറ്റിക് ആസിഡ് അല്ലെ? അസറ്റിക് ആസിഡ് ഉണ്ട്, പിന്നെ ഓക്സാലിക് ആസിഡ് ഉണ്ട്, പിന്നെ ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ്, മലയിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമുക്ക് ഓർഗാനിക് ആസിഡ്സിൽ വരുന്നവയാണ്. അപ്പോൾ ഇതിൽ അസറ്റിക് ആസിഡ് ആണ് നിങ്ങൾക്ക് മെയിൻലി നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടത്. അസറ്റിക് ആസിഡ് ഇത് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട്, അതായത് നിങ്ങൾക്ക് റിയാക്ഷൻസിൽ നമ്മൾ നോക്കുമ്പോൾ അസറ്റിക് ആസിഡ് ആണ് മോസ്റ്റ്ലി നിങ്ങളോട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആസിഡ്സ്, അതായത് സ്ട്രോങ് ആസിഡ്സ്, വീക്ക് ആസിഡ്സ് ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഡിസോസിയേറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ, ദ സബ്സ്റ്റൻസസ് വിച്ച് ഡിസോസിയേറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ എന്ന് പറയുന്നവ സ്ട്രോങ് ആസിഡ് ആണ്. The substances which doesn't dissociate completely in water are weak acids, and all the inorganic acids or synthetic acids are strong acids. Examples are hydrochloric acid, sulfuric acid, nitric acid, chloric acid, phosphoric acid and carbonic acid. Okay, H2CO4 is carbonic acid. These are all examples of inorganic acid, but this is only the exceptional case. This is a weak acid. Even though it is a synthetic acid, it is a weak acid. Okay, it is a weak acid. ഈ വീക്ക് ആസിഡ് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സോൾട്ട് ഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾക്കിത് വേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ്ലി ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. കാർബോണിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്, സിന്തറ്റിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ഇനി വീക്ക് ആസിഡ്സിൽ എന്താണ്? ഓർഗാനിക് ആസിഡ്സ് ആണ് വരുന്നത്. ഓർഗാനിക് ആസിഡ്സിൽ ഫസ്റ്റ് വൺ അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? CH3COOH ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് അസറ്റിക് ആസിഡ് നിങ്ങൾക്ക് ഓർഗാനിക് ആസിഡിൽ പഠിക്കാനുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ ഉള്ളത് HCOOH ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫോർമിക് ആസിഡ് അല്ലെന്നുണ്ടെങ്കിൽ മെഥനോയിക് ആസിഡ്. ഓക്കെ, ഫോർമിക് ആസിഡ്, മെഥനോയിക് ആസിഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഇവിടെ ഓർത്തിരിക്കുക. ഇത് രണ്ടും ഓർഗാനിക് ആസിഡ്സ് ആണ്. അപ്പോൾ ഓർഗാനിക് ആസിഡ്സിൽ പഠിക്കാനുള്ളത് അസറ്റിക് ആസിഡും ഫോർമിക് ആസിഡുമാണ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടത്. റിയാക്ഷൻസിന് വേണ്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. കാരണം ഈ പേരുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചെന്ന് വരും. അപ്പോൾ ഇത് എന്തിലൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പിന്നീട് പഠിക്കാം. സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ലെമണിലുണ്ട്, ഓറഞ്ചിലുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ അത് കൊറോസീവ് ആണോ? അല്ല, കൊറോസീവ് അല്ല. എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം സോഫ്റ്റ് ടിഷ്യൂസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാം ചെയ്യും എന്നല്ലാണ്ട് അതത്ര കൊറോസീവ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ വീക്ക് ആസിഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീക്ക് ആസിഡ് എന്താണ്? ഡസൻ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. അതിനെയാണ് നമ്മൾ വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ബേസിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ബേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബേസ്? നമ്മൾ ആസിഡ് പറഞ്ഞു H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് എന്തായിരിക്കും? ബേസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് OH- അയോൺസ്. ഓക്കെ, OH- അയോൺ. ഇതിനെ നമുക്ക് ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് കൂടി പറയാം. ഹൈഡ്രോക്സിൽ. ഓക്കെ, ഹൈഡ്രോക്സിൽ അയോൺസ്. ഓക്കെ, അപ്പോൾ ബേസസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് OH- അയോൺസ് in a chemical reaction. Such substances are termed as bases. Okay, the substance which produce OH- ions in a chemical reaction, such substances are termed as bases. For example, NaOH. NaOH dissociates into Na+ OH-. So the substances which produce OH- ions are termed as bases. എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. അമോണിയം ഹൈഡ്രോക്സൈഡ്. ദിസ് ഓൾസോ ഡിസോസിയേറ്റ് ഇൻറ്റു എന്താണ്? NH4+ OH-. Here also it produces OH- ions. So we can say it also as base. So bases are those substances which produce OH- ions during a chemical reaction. Such substances are termed as bases. Bases are also of two types: strong base and weak base. Okay, strong base and weak base.
The substances which dissociate completely in water to produce OH minus ions are termed as strong base. Okay, completely dissociate in water. Completely dissociate to produce the OH minus ions. To produce OH minus ions in water are termed as strong base. അപ്പോൾ obviously എന്താണ് weak base doesn't completely dissociate അല്ലേ doesn't completely dissociate to produce എന്താണ് OH minus ions in water. അതാണ് weak base. Okay, example for strong base NaOH, sodium hydroxide, KOH, potassium hydroxide. These two are very strong base. Okay, then calcium hydroxide, then comes magnesium hydroxide. Okay, these two are strong bases. These two are also bases but not as much as strong as that of sodium hydroxide and potassium hydroxide. Now here in the weak base only one example you have to learn, that is ammonium hydroxide. Ammonium hydroxide is a weak base, that means it doesn't completely dissociate. Okay, so please learn these examples very carefully and very thoroughly because these are all very important examples. Only this much you have to study about bases, that is bases are substances which produce OH minus ions in a chemical reaction, and those bases which completely dissociate to produce OH minus ions in water are strong bases, and which doesn't completely dissociate to produce OH minus in water are weak bases. And examples of strong bases are NaOH, that is sodium hydroxide, KOH, that is potassium hydroxide. These two are very strong bases. Calcium hydroxide, magnesium hydroxide, RCaOH twice and MgOH twice respectively, and this is the only base you have to study, that is ammonium hydroxide. Okay, NH4OH is ammonium hydroxide. So this completes the base. Now let us see what are the difference between acids and bases. Now we have to learn about the difference between acids and bases. We know that acids are substances which produce H plus ions. Okay, so what are base? Base are substances which produce OH minus ions. Now second is that you all know, but this is sour in taste, and here we can say bases are bitter in taste. Okay, bitter in taste. Now third one is acids are sticky to touch, like sticky, and also corrosive. Okay, and also corrosive, but base are soapy to touch, isn't it? Soapy. Now fourth difference is they turn what? Blue litmus paper into red. Okay, they turn blue litmus into red. Here they turn red litmus into blue. Now you can include examples of acids, that is HCl, H2SO4, that is sulfuric acid, then CH3COOH, that is acetic acid, isn't it? Here we can include examples of base, that is NaOH, KOH, NH4OH, isn't it? These are the examples of bases. Okay, so these are the difference between acids and bases. ഇപ്പോൾ ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആസിഡിൻ്റെയും ബേസിൻ്റെയും കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു നോട്ടായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഇൻഫോർമേഷൻസും ഉണ്ട്, പക്ഷേ അത് സ്കാറ്റേഡ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളിതൊന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ.